ഓക്കെ ഗ്രേറ്റ്. ഇന്നലെ നമ്മൾ കുറെ കാര്യങ്ങൾ മിസ് ചെയ്തല്ലേ? ഹൂ മാത്രമേ ആ അതെ ഡിസ്കസ് ചെയ്തു. അതെ. ആ, അപ്പൊ ഇന്ന് നമുക്കെല്ലാം നോക്കാം. അല്ല, ഹൂ ആ ഹൂ കഴിഞ്ഞായിരുന്നു. മറ്റേ ഹൗ ഓഫ് വേറെന്തോ ഒന്നായിരുന്നു. ആ, ഹൗ അത് ഹൗ മെനി ഹൗ മച്ച് ആയിരുന്നു. അതെ അതെ, ഒരു മിനിറ്റ്. ഇന്നലെ എന്തുവായിരുന്നു? ആ, ഹൗ മച്ച് ഹൗ മെനി കഴിഞ്ഞു. ഹൗ മച്ചും. ഇനി നമ്മൾ നോക്കുന്ന ഹൗ ഫാറും ആ സംഭവമാണ്. ഓക്കെ, മനസ്സിലായി. ഓ, ഹൗ ഓഫൺ ഹൗ ലോങ് അല്ലെ, ഇതാണ്. ആ ആ ഇതെ ഇതെ ഇതെ. ഹൗ മെനി ഹൗ മച്ച് കൊണ്ട് സെന്റൻസ് ഉണ്ടാക്കിയായിരുന്നു ഫെബിൻ. അപ്പോ ആ ഹൗ മെനി കൺട്രീസ് ഇൻ ഏഷ്യ. ഹൗ മെനി കൺട്രീസ് ആർ ദെയർ ഇൻ ഏഷ്യ. ഒരു ആർ ദെയർ ഇൻ ഏഷ്യ. ഹൗ മെനി കൺട്രീസ് ഇൻ ഏഷ്യ കുഴപ്പമില്ല. ഹൗ മെനി ചിൽഡ്രൻസ് എന്ന് പറയരുത്. ചിൽഡ്രൻ. ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്. ഹൗ ആ, മെനി ചിൽഡ്രൻ. ഇത് കണ്ടോ? ഹൗ മെനി ഈ ബാഗിന് പകരമല്ലേ ഫെബിൻ ചിൽഡ്രൻ ഇട്ടത്? ഹൗ മെനി അല്ലേ? അതെ അതെ അപ്പൊ ഹൗ മെനി അതെ അതെ. ചിൽഡ്രൻ ഡു യു ഹാവ് എന്ന് വേണം. ഫെബിൻ ഡു യു ഹാവ് എന്ന് ഇട്ടോ? യു ഹാവ്. ഒരു ഡൂവും കൂടെ ചേർത്താൽ മതി. ആ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഹൗ മെനി ആ, ചിൽ ഓക്കെ. ഹൗ മെനി കൗസ് ആർ ദേ. അത് കറക്റ്റ് ആണ്. ഹൗ മച്ച് റൈസ് ഡു യു വോണ്ട്. ഹൗ മച്ച് ചിപ്സ് ഡു യു വാണ്ട് ആണ്. ഹൗ മച്ച് വാട്ടർ യു ഡ്രിങ്ക്. ഡു യു ഡ്രിങ്ക്. ഹൗ ഡു യു പ്ലേ ചെസ്. ഹൗ ഡു യു നോ ദാറ്റ്. ഹൗ ആർ യു. ഹൗ ആർ യു. ഓക്കെ. ഇനിയിപ്പം നമുക്ക് ഹൗ ലോങ് ഹൗ ഓഫൺ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് കേട്ടിട്ടുണ്ടോ? ഹൗ ഓഫൺ ഹൗ ലോങ് ഹൗ ഫാർ. ആ, ഹൗ ലോങ് ഹൗ ഫാർ കേട്ടോ. ആ അപ്പൊ ഹൗ ഓഫൺ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് നോക്കാം. ഹൗ ഓഫൺ ഡു യു ഗോ. അത് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? എത്ര തവണ പോകും എന്ന് ഉള്ളത്. എത്ര തവണ ആ എന്നാണ് അതിന്റെ അർത്ഥം. ഹൗ ആ ഓഫൺ ഡു വെച്ച് തന്നെ നമുക്ക് കുറച്ച് ആ, പ്രാക്ടീസ് ഒരു ചെയ്തിട്ട്. കാര്യം, നോയ്സ് ഉണ്ടോ? നോയ്സ് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ക്ലിയർ ആണ്. ക്ലാരിറ്റി ഉണ്ടല്ലോ. നോ ആ നോയ്സ്. ആ, ആ ഓക്കെ ഓക്കെ. ആ, ഓക്കെ. ഹൗ ഓഫൺ ഡു വെച്ച് തന്നെ ചോദിക്കാം. നമ്മൾ എപ്പോഴും ഇങ്ങനെ എത്ര പ്രാവശ്യം അത് കാണാറുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം അവിടെ പോവാറുണ്ട്, അങ്ങനെ പോവാറുണ്ട് എന്നൊക്കെയല്ലേ ചോദിക്കാറുള്ളൂ. അപ്പൊ ആ ഒരു ഫോമാറ്റ് ആണിത്. ഹൗ ഓഫൺ ഡു യു ഗോ ദർ. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഫാമിലി. ഓക്കെ. അതാണ് ഫസ്റ്റ് ഫോമാറ്റ് ഹൗ ഓഫൺ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഹൗ ഓഫൺ ഡു യു ഗോ ടു ചേർച്ചിന് പകരം ക്ലബോ വേറെ എന്തെങ്കിലും വേർഡ്സ് ഒന്ന് നോക്കുക. അടുത്തത് ഹൗ ആ, ലോങ്ങിന് ഓക്കെ. രണ്ട് അർത്ഥമുണ്ട്. എന്താണെങ്കിലും ഉദ്ദേശിക്കുന്നത് ഒരു ഡ്യൂറേഷൻ ആണ്. ഒരു എത്ര കാലയളവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൗ ലോങ് ഇസ് ദ മൂവി. എത്ര നേരം, എത്ര എത്ര ദൈർഘ്യം എന്നൊക്കെ പറയത്തില്ലേ? എത്ര നേരം ഈ മൂവി ഉം. ഉണ്ട്. ഹൗ ലോങ് ഇസ് ദ മൂവി. നമ്മുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്, ഹൗ ലോങ് ഇസ് ദ ഓൺലൈൻ ക്ലാസ്. ഇപ്പോ ഓക്കെ. ഇന്റർവ്യൂ, ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്, എടാ ഇന്റർവ്യൂ എത്ര നേരം ഉണ്ട്, എത്ര നേരത്തേക്ക് ഉണ്ടാവും. അപ്പൊ ഉം. അത് ചോദിക്കാൻ ഹൗ ലോങ് ഇസ് ദ ഇന്റർവ്യൂ എന്ന് ചോദിക്കാം. മനസ്സിലായോ? ഓക്കെ. ആ പിന്നെ വേറൊരെണ്ണം ഉണ്ട്. ഇപ്പം നീളം, ലിറ്ററലി നമുക്ക് നീളം എടുക്കാനായിട്ട് ഈ വടിയുടെ നീളം എത്രയാണ്, അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ ചോദിക്കുക? ഹൗ ലോങ് ഇസ് ദ സ്റ്റിക്ക് എന്ന് ചോദിച്ചാൽ മതി. ഹൗ ലോങ് ഇസ് ദ സ്റ്റിക്ക്. എത്ര ഓക്കെ. നീളമുണ്ട് ഈ എത്ര വടി. ടൈം, എത്ര ടൈം ഉണ്ട് അങ്ങനെയുള്ളതിനാണോ? ഇപ്പം ഹൗ ലോങ് ഈസ് ദി എക്സാം, അങ്ങനെയാണോ? ഹൗ ലോങ് ഇസ് ദ എക്സാം എന്ന് ചോദിക്കുമ്പം ആ എക്സാം എത്ര മണിക്കൂർ നേരമുണ്ട്, ദൈർഘ്യം, ആ ഒരു ടൈം ആ പീരീഡ് എത്ര, എത്ര നേരം, ഡ്യൂറേഷൻ ആണ് അത് കാണിക്കുന്നത്. ഹൗ ലോങ് ഇസ് ദാറ്റ് മൂവി, ഹൗ ലോങ് ഇസ് ദ ഇന്റർവ്യൂ, ഹൗ ലോങ് ഇസ് ദ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് യാത്ര അല്ലെങ്കിൽ ട്രെയിൻ യാത്ര എത്ര നേരമുണ്ട്. ഹൗ ലോങ് ഇസ് ദ ഫ്ലൈറ്റ്. ഓക്കെ. ഓക്കെ. ആ അടുത്തത് വേറൊരെണ്ണമുണ്ട്. ഹൗ ലോങ് ഹാവ് യു ബീൻ. അത് അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ഹൗ ലോങ് ഹാവ് യു ബീൻ, ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്. എത്ര നേരമായിട്ട് താങ്കൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ. കുറച്ചു നേരം മുമ്പ് തുടങ്ങിയൊരു ആക്ഷൻ ആണ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ചോദിക്കുകയാണ്, എത്ര നേരമായിട്ട് നിങ്ങൾ ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ. അപ്പോ അതാണ് ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്. ഫെബിൻ എത്ര നേരമായിട്ട് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഹൗ ലോങ്
ഹാവ് ആ യു ബി വെയിറ്റിംഗ് വെയിറ്റിംഗ് അല്ല, മൂവി വാച്ചിങ്. വാച്ചിങ്. വാച്ചിങ് വാച്ചിങ് ദി മൂവി. ആ അങ്ങനെയാണ്. എത്ര നേരമായിട്ട് താങ്കൾ ആ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയോ? ആ ഓക്കെ. ആഹ് എത്ര നേരമായിട്ട് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എത്ര നേരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്? ഹൗ ലോങ് ആ ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഇൻ ഹോസ്പിറ്റൽ? ആ ക്ലിയർ ആണല്ലോ. അതുപോലെ എത്ര അതെ അതെ. നാളായിട്ട് ഫെബിൻ ആ ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എത്ര എത്ര നാളായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്? ഈ ഒരു ഖത്തറിലാണോ ഇവിടെ പുറത്ത്? അത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ആ ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ സൗദി? വെരി ഗുഡ്. ഇപ്പൊ ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് എത്ര നാളായിട്ട് വർക്ക് ചെയ്യാണ് ഓക്കെ. എന്ന് ചോദിക്കാനായിട്ട്? ഈ ഒരു ഇത് തന്നെ ചോദിക്കണം. ഹൗ ലോങ് ഹാവ് യു ബീൻ ഡാഷ്. ഓക്കെ, ഹൗ ലോങ് ഹാവ് യു ബീൻ. ഓക്കെ. ഇനി മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് ഹൗ ഫാർ ആണ്. അതെന്ന് പറയുമ്പം നമ്മള് എത്ര ദൂരമുണ്ട് സൗദിയിൽ നിന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള വേറെ നിങ്ങളുടെ വർക്ക് സൈറ്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ചോദിക്കാനായിട്ട്. ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്ന് വർക്കിംഗ് ആ ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സൈറ്റിലോട്ടുള്ള ദൂരം എത്രയാണ്. അപ്പൊ എത്ര ദൂരം ഉണ്ട് ഓക്കെ. എന്ന് ചോദിക്കാൻ ഹൗ ഫാർ ഇസ് ദ വർക്ക് സൈറ്റ് ഫ്രം ഹിയർ. ഫെബിൻ നിൽക്കുന്ന ആ ഒരു സ്പോട്ട്, അതാണ് ആ ഹിയർ. അവിടെ നിന്ന് ഓക്കെ. നമ്മുടെ വർക്ക് സൈറ്റിൽ ഉള്ള ഡിസ്റ്റൻസ്, ദൂരം എത്രയുണ്ട്. ഹൗ ഫാർ ഇസ് ദ വർക്ക് സൈറ്റ് ഫ്രം ഹിയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ആ അതുപോലെ തന്നെ വേറെയും നമുക്ക് ചോദിക്കാം. ഹൗ ഫാർ ഇസ് എറണാകുളം ഫ്രം ഹിയർ. ഇവിടെ നിന്ന് ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ഫെബിനോ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് എറണാകുളത്തേക്ക് എത്ര ദൂരമുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. ഹൗ ഫാർ ഇസ് ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ആലപ്പുഴ ടു എറണാകുളം. ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ഓക്കെ. എത്ര ദൂരമുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ചോദിക്കാം. ഓക്കെ. ഓക്കെ. ഹൗ ഫാർ ഇസ് ഇറ്റ് ഫ്രം ട്രിവാൻഡ്രം ടു കൊച്ചി. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ എത്ര ദൂരമുണ്ട്, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ആ ഇപ്പൊ നമ്മള് എവിടെങ്കിലും ട്രിപ്പ് പോവാണെന്ന് വിചാരിക്കുക. അപ്പോ നമ്മളിങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയാണല്ലോ പോകുന്നത്. എങ്കിലും നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ചേട്ടന്മാരോട് ചോദിക്കാം, ചേട്ടാ ഇവിടെ നിന്ന് ആ ഒരു വാട്ടർഫോളിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കും അപ്പൊ? ഒരു കാര്യം ഒരു സംശയം ചോദിച്ചോട്ടെ. ആ ആ ഹൗ ഫാർ എറണാകുളം ഫ്രം ഹിയർ എന്ന് ചോദിക്കത്തില്ല? ഏ ഹൗ ഫാർ എറണാകുളം ഫ്രം ഹിയർ ഈസ് ചേർക്കാതെ? നമ്മള് ജസ്റ്റ് ഒരു തട്ടിമുട്ടിയുള്ള ഇംഗ്ലീഷ് ഒക്കെ ചോദിക്കുമ്പോ ഹൗ ഫാർ ഇസ് അറിയാതെ വന്നു പോകും. അതിന്റെ ഒരു ഫോമാറ്റ് അങ്ങനെയാണ്. ഹൗ ഫാർ ഇസ് ഓക്കെ. ഹൗ ഫാർ എറണാകുളം, അതിലൊരു ഒരു ജീവൻ ഇല്ലാതായി പോകും ഇംഗ്ലീഷിന് ഇസ് ഓക്കെ. ചെയ്തില്ലെങ്കിൽ. ഹൗ ഫാർ ഇസ് ചോദിച്ചതേ ഉള്ളൂ വെറുതെ. ആ ഓക്കെ. കാരണം നമ്മൾ ഓൾറെഡി മറ്റേ ക്ലാസ്സിൽ പഠിച്ചതല്ലേ, ലൈഫ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ആം ഇസ് ആർ വാസ് വെയർ ഹാഡ് ഡിഡ് ഡു ഇതൊക്കെ പിന്നെ കൊടുത്തിരിക്കുന്നത് അർത്ഥം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ആ അപ്പോ ഫെബിൻ ചോദിക്കേണ്ടത് എങ്ങനെയാണ്? ഹൗ ഫാർ ഇസ് വാഗമൺ, അല്ലെങ്കിൽ വാഗമണിലെ അല്ലെങ്കിൽ ഗോവയിലെ ബാഗ ബീച്ച് അല്ലേ. ഹൗ ഫാർ ഇസ് ബാഗ ബീച്ച് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് ബാഗ ബീച്ചിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. സിമ്പിൾ അല്ലേ? എഴുതി പഠിച്ചാൽ സിമ്പിൾ ആവും, ചോദിക്കാനും പറ്റും. അപ്പൊ പ്രശ്നമൊന്നും ഓക്കെ. ഉണ്ടാകത്തില്ല. ഓക്കെ. അപ്പോ അതിന് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ഉത്തരങ്ങളുണ്ട്. അത് ഇന്ന് ചെയ്യണോ അതോ നാളെ മതിയോ? അതോ ഇന്ന് നോക്കണോ? ഏതാണേലും ഓക്കെ. ജസ്റ്റ് നമുക്കൊന്ന് ആണെങ്കിൽ നോക്കാം. പകുതി ഇന്ന് നോക്കിയിട്ട് അത് രണ്ട് രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൗ ഓഫന്റെ ഉത്തരങ്ങളാണ്. ഹൗ ഓഫൺ ഇതിന്റെ കുറച്ച് ഉത്തരങ്ങളാണ്. ഓൾവേസ് എന്ന് പറയുമ്പോൾ 100%. ഹൗ ഓഫൺ യു ഗോ ടു ചർച്ച്. ഐ ഓൾവേസ് ഗോ ടു ചർച്ച് എന്ന് പറയാം. ഞാൻ എപ്പോഴും പോവാറുണ്ട്.
യൂഷ്വലി എന്ന് പറയുമ്പോൾ ഒരു 90%, ബാക്കി 10% ഇല്ല എങ്കിലും നമുക്കത് മിക്കപ്പോഴും പോവാറുണ്ട്. ആ ഒരു ഉത്തരവാണ്. ഓക്കെ. നോർമലി, ജനറലി എന്ന് പറഞ്ഞാലും ഓഫൺ, ഫ്രീക്വന്റ്ലി, ഈ പറയുന്ന 4 ബോക്സ് ഉണ്ടല്ലോ, 1, 2, 3, 4, ഇതെല്ലാം അത്യാവശ്യം ഞാൻ മിക്കപ്പോഴും പോവാറുണ്ട്. ആഹ് ഓ- ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അങ്ങനെ അങ്ങനെ ഗ്യാപ്പ് ഇട്ട് മിക്കപ്പോഴും പോകാറുണ്ട് എന്നാണ് പറ. ഇതിന്റെ എല്ലാം. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആണ് കേട്ടോ. ഓൾവേസ് അതിന്റെ ഡിഗ്രി ഓക്കെ. ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഓഫൺ എന്ന് പറഞ്ഞാലും ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാലും എന്താണ്, അല്ലെങ്കിൽ നോർമലി, ജനറലി എന്നൊക്കെ പറഞ്ഞാലും എന്താ അതിന്റെ അർത്ഥം? ആ ആ, മിക്കപ്പോഴും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. ഓക്കെ. പക്ഷെ ഹൗ ഓഫൻ ഡു യു ഗോ ടു ദ ക്ലബ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ക്ലബിൽ എപ്പോ പോവാറുണ്ട്? അപ്പൊ ഞാൻ സംടൈംസ്, വീക്കെൻഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, വല്ലപ്പോ ഇടയ്ക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സംടൈംസ്. ഓക്കെ. സംടൈംസ് ഐ ഗോ ടു ഇന്ന സ്ഥലം. ഒക്കേഷണലി, ഓക്കെ. സെൽഡം, റയർലി, ഈ 3 സാധനം എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും, എപ്പോഴും അല്ല, വല്ലപ്പോഴും. ഓക്കെ. ഒക്കേഷണലി, സെൽഡം, റെയർലി. നെവർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും പോവാറില്ല. ഐ നെവർ ഗോ ടു ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്. ഇതൊക്കെ എവിടെങ്കിലും കണ്ടു കാണുമല്ലോ, സെൽഡം, ഒക്കേഷണലി. അതിന്റെയൊക്കെ അർത്ഥം കണ്ടോ, ഈ പെർസെന്റേജ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുക, 5, 10, 30. അപ്പൊ സംടൈംസ് കഴിഞ്ഞിട്ട് താഴത്തോട്ട് വരുന്നത് ഒക്കേഷണലി എന്ന് പറയുമ്പോൾ ഇടയ്ക്ക്, ഇടയ്ക്ക് എന്നുള്ള ഒരു മീനിങ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ആ ഏഹ്, അപ്പോ പിന്നെയും വേറെ രീതി നമുക്ക് പറയാം. വൺസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഒരിക്കൽ. ആണ്. അറിയിക്കാം. ആ മാസത്തിൽ ഒരിക്കൽ. ഐ ഗോ ടു ചേർച്ച് വൺസ് ഇൻ എ മന്ത്. ഒരു മാസത്തിൽ ഒരു വട്ടം പോകാറുണ്ട്. 2 വട്ടം ആണെങ്കിൽ ട്വൈസ്, 2 തവണ. ത്രൈസ് ആണെങ്കിൽ 3 തവണ. 3. ആ സെവറൽ ടൈംസ്, ഐ ഗോ ടു ചേർച്ച് സെവറൽ ടൈംസ്. ഞാൻ കുറെ തവണ പോകാറുണ്ട്. അല്ലെങ്കിൽ ക്ലബില് എത്ര തവണ പോകാറുണ്ട്? ഞാൻ കുറെ തവണ. ഐ ഗോ ടു ദ ക്ലബ് സെവറൽ ടൈംസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫ്രീക്വന്റ്ലി ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. നെവർ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഒരിക്കലും ഇല്ല. പോവാറില്ല. എന്ന് പറഞ്ഞാൽ ഐ ഓഫൺ, അല്ലെങ്കിൽ റെഗുലർലി, ഡെയിലി, ഇതൊക്കെ ദിവസവുമാണ്, മിക്കപ്പോഴും. ഐ ഓഫൺ ഗോ ടു ഐ ഓഫൺ ഗോ ടു ബീച്ച് എന്ന് വെച്ചാൽ ഞാൻ മിക്കപ്പോഴും ബീച്ചിൽ പോകാറുണ്ട്. ഓക്കെ. ആ പിന്നെ ഓൺ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒന്നിടവിട്ട് ദിവസം. ഇപ്പൊ ഫെബിൻ ഇന്ന് പോയി, നാളെ പോകത്തില്ല. മറ്റന്നാൾ പോവും, അടുത്ത ദിവസം മറ്റന്നാ പോകത്തില്ല. പോയി. അപ്പോ ഹൗ ഓഫൺ യു അറ്റൻഡ് ദിസ് ഇംഗ്ലീഷ് ക്ലാസ്? ഇംഗ്ലീഷ് ക്ലാസ് ഒന്നിടവിട്ടാണ് കാണുന്നതെങ്കിൽ യു ക്യാൻ സേ ഐ വാച്ച് ഓൺലൈൻ ക്ലാസ്, അല്ലെങ്കിൽ ഐ അറ്റൻഡ് ഓൺലൈൻ ക്ലാസ് ഓൺ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒന്നിടവിട്ട്. ഓക്കെ. ഒന്നിടെ ക്ലിയർ? വിട്ട്. ആ വീക്ക്ലി എന്ന് പറയുമ്പോ ക്ലിയർ ആണ്. ആഴ്ച. ക്ലിയർ. ആ വീക്ക്ലി എന്ന് പറയുമ്പോ ആഴ്ചയിൽ. ഓക്കെ. വീക്ക്ലി മാഗസീൻ എന്ന് കേട്ടിട്ടില്ലേ? വീക്കില് വരുന്ന ആ ഒരു മാഗസീനെയാണ് വീക്ക്ലി എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ. ആ ക്ലിയർ ആവുന്നുണ്ട്. ഫോർട്ട് നൈറ്റ്ലി എന്ന് പറയുമ്പോൾ ഇത് പക്ഷെ താഴത്തോട്ട് അങ്ങോട്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. 2 ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ എന്താ ട്രിപ്പ് പോവും. ഹൗ ഓഫൺ യു ഗോ ടു ഹൗ ഓഫൺ ഡു യു ഗോ ടു ട്രിപ്സ്, അല്ലെങ്കിൽ ടു വാഗമൺ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസുകൾ എന്ന് ചോദിക്കുമ്പം ഫോർട്ട് നൈറ്റ്ലി എന്ന് പറയുമ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ എവിടെങ്കിലൊക്കെ പോവാറുണ്ട്. ഐ ഗോ ടു ഡിഫറെന്റ് പ്ലേസസ്. ഫോർട്ട് നൈറ്റ്ലി, 2 ആഴ്ചയിൽ ഒരിക്കൽ. ഓക്കെ. ഓക്കെ. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 3 മാസത്തിൽ ഒരിക്കൽ. 3 മാസത്തിൽ ഒരിക്കൽ. ഓക്കെ. അപ്പൊ ടോട്ടൽ 4 വട്ടം പോകത്തില്ലേ? ടോട്ടൽ 12 മാസം ഉണ്ടല്ലോ. അപ്പൊ 3 മാസം ഒരെണ്ണം, 3 മാസം വേറൊരെണ്ണം, 3 മാസം വേറൊരെണ്ണം, അങ്ങനെ 4 പ്രാവശ്യം പോകും. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 3 മാസത്തിൽ ഒരിക്കൽ, 3 മാസത്തിൽ ഒരിക്കൽ ഞാൻ നാട്ടിൽ പോവാറുണ്ട്. ഹൗ ഓഫൺ യു ഗോ ടു യുവർ ഹോം, അല്ലെങ്കിൽ ടു യുവർ കൺട്രി എന്ന് ചോദിക്കുമ്പം ക്വാർട്ടർലി എന്ന് പറയുമ്പം 3 മാസത്തിൽ. ക്വാർട്ടർ. ഓക്കെ. ഇനി ഓക്കെ. സെമി ഇയർലി അല്ലെങ്കിൽ സെമി ആനുവലി എന്ന് പറയുമ്പം 6 മാസം കൂടുമ്പോൾ. സെമി ഇയർലി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. സെമി ഇയർലി, ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് സെമി ഇയർലി. 6 മാസം കൂടുമ്പോൾ ഞാൻ അവരെ വിസിറ്റ് ചെയ്യാൻ പോകും. ഓക്കെ. ഇത് കാണാപ്പാടമൊന്നും പഠിക്കണ്ട. ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന
എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. ഓക്കെ. സോ ഇന്ന് ഇത് രണ്ടുമാണുള്ളത്. ഇനിയിപ്പൊ നമുക്കൊരു 10 മിനിറ്റ്സും കൂടെ ഉള്ളൂ. എന്തെങ്കിലും ടോപ്പിക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ സംസാരിക്കാൻ? ഹാവ് യു പ്രിപ്പയർഡ് എനിത്തിങ്? ഇന്നലെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതൊന്ന് ആ പ്രിപ്പയർ ചെയ്യാൻ സോഷ്യൽ പറഞ്ഞേക്കാം. സോഷ്യൽ മീഡിയയിൽ അല്ലേ? നോക്കിയോ? ആ ആ 2-3 നോക്കിയിട്ടുണ്ട്. പറഞ്ഞു. ഓക്കെ, പറയട്ടെ. പറഞ്ഞു. പോസിറ്റീവ് തിങ്സ് ആർ ഇങ്ങനെയാണോ ഒരു പ്രസംഗം തുടങ്ങേണ്ടത്? ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക്. ടുഡേ ടു talk on this topic of social media and cell phone. Okay. So there have two sides, positive and negative side for both. Some positive sides are positive side of social media is connectivity. We can connect like we are like what connect to friends, families. If we are in a long distance, we can connect everyone. Now also we are. I am studying in Saudi and India. Yes. And so we can take get information access. Whatever we want, we can access from too much information from this medias or internet or educational or content, various forms of information we can get from this medias, and so entertainment. Yes. This we can watch videos and share our thoughts and whatever we want to share on social media. And also social media help for learning and development. There are so much educational apps and online courses available. ആക്ച്വലി ഫെബിൻ അല്ലേ എവിടെങ്കിലും നോക്കി വായിക്കുവാണോ അതോ സ്വന്തമായിട്ട് കയ്യിൽ നിന്നിട്ട് പറയുമോ? അല്ല, ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. പോയിന്റ്സ് നെറ്റ് ചെയ്തെടുത്താണോ? അതെ. അത് അതുപോലെ അല്ല, എഴുതി പോയിന്റ് ഇല്ല, പോയിന്റ് ഇട്ടിട്ട് അതിന് ബാക്കിയുള്ളതൊക്കെ ചെയ്യണം. കയ്യിലിട്. സ്റ്റാർട്ടിങ്ങിന് വേണ്ടി. പക്ഷെ ഇത് എന്താ, നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്ന പോലത്തെ അത്രയും നല്ലൊരു ഭാഷയിലാണ് ഈ പറയുന്നത്. ഫ്ലുവൻസി ഒക്കെ വരുന്നുണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരുമ്പോ. സംസാരിക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ അല്ലേ? യെസ്, കൊള്ളാം, നല്ല ഇംപ്രൂവ്മെന്റ്. യെസ്, കണ്ടിന്യൂ. And also പറയട്ടെ? പറഞ്ഞു. Okay, and another positive thing is health and fitness. We can so many in this time so many coaches are on online. They will make make diet plan and exercise. These are helpful from this mobile phone or this social medias. And also creativity. So many content creators are content creators can show their skills and കേക്കാം.
skills through this social media platform, and they can grow through this social media. In this, so many people are earning from social media, from YouTube, Insta, Facebook. ഉം. Okay, now we can go to negative side. There are so many negative side also in this social media. Means some negatives are addictions. So many people are addicted to phone, or we can see so many children also addicted to phone, ഉം. and they are, their focus is ഉം. getting decreasing this time, and ഓക്കെ this great. their productivity also ഉം. low, and mental health. ഉം. Sometimes we were our mental we are mentally down ഉം. sometimes when we ഉം. using the social media, and also cyberbullying. These content creators sometimes face cyberbullying from the ഉം. fans or some others, ഉം. that will make too much depression. ഉം. Sometimes that leads to this suicide or ഉം. what some mental problems, ഉം. and also misinformation. Too much ഓക്കെ misinformation we will get from the social media. Uh, then what? Okay, okay, അത്രേ ഉള്ളൂ. ആ അത്യാവശ്യമല്ല എല്ലാ പോയിന്റ്സും സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം കവർ ചെയ്തു. പിന്നെ നല്ലപോലെ സംസാരിച്ചു. ആകപ്പാടെ ഞാൻ മിസ്റ്റേക്ക് നോട്ട് ചെയ്തത് സോഷ്യൽ മീഡിയാസ് എന്ന് പറയത്തില്ല, അതിന്റെ പ്ലൂറൽ ഫോം സോഷ്യൽ മീഡിയ എന്ന് തന്നെയാണ്. ഓക്കെ, സോഷ്യൽ മീഡിയാസ് എന്ന് പറയത്തില്ല, സോഷ്യൽ മീഡിയ. രണ്ടാമത്തത് പീപ്പിൾസ് എന്ന് പറയത്തില്ല, പീപ്പിൾ എന്നാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ. പീപ്പിൾസ് ചിൽഡ്രൻസ് എന്ന് പറയത്തില്ല, പീപ്പിൾ ചിൽഡ്രൻ. കാരണം അത് ഓൾറെഡി കുറെ പേരുണ്ട്. പീപ്പിൾ എന്ന് പറയുമ്പോൾ കുറെ പേരുണ്ട്. പീപ്പിൾസ് എന്ന് ഒരിക്കലും പറയത്തില്ല. പിന്നെ അല്ലെങ്കിൽ മനുഷ്യരുടെ എന്ന് പറയാനായിട്ട് പീപ്പിൾസ് എന്ന് യൂസ് ചെയ്യാം, അപ്പോസ്ട്രഫി എസ് കൊടുക്കാം. അറിയാവോ? മനസ്സിലായില്ലേ? മനസ്സിലായി. PPEOPL പീപ്പിൾസ് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇത് മനുഷ്യരുടെ എന്നാവും. പക്ഷെ ഇങ്ങനെ പീപ്പിൾസ് എന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം പേഴ്സൺ ഒരെണ്ണം, പീപ്പിൾ കുറെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എസ് നമ്മൾ ഒരിക്കലും പറയത്തില്ല. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ, അത് കണ്ടന്റ് എന്ന് പറയുമ്പോൾ തൃപ്തി, കോണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോണ്ടന്റ് ക്രിയേഷന്റെ ആ സാധനം, അത് പ്രൊനൗൺസിയേഷന്റെ അത് പിന്നെയും കുഴപ്പമില്ല, ഫ്ലുവൻസി വരുമ്പോൾ സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാം കവർ ചെയ്തു. ത്രൂ ഔട്ട് എന്താ ഫ്ലുവന്റ് ആയിട്ട് അത്യാവശ്യം ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റി. ആൻഡ് സ്വന്തമായിട്ട് ഇവാലുവേഷൻ എന്ത് തോന്നുന്നു? വെൻ യു ഇവാലുവേറ്റ് യുവർ സെൽഫ്, വാട്ട് ഡു യു തിങ്ക്? കോൺഫിഡന്റ് വന്നുകൊണ്ട് തോന്നുന്നുണ്ട്. ആ പക്ഷെ എനിക്ക് ഈ എന്താണ് ഫ്ലുവന്റ് സംസാരിക്കുമ്പോ ഈ വാക്കുകൾ കിട്ടുന്നത് പ്രശ്നമായിട്ട് തോന്നുന്നത്. പ്രിപ്പയർ ചെയ്യുമ്പം വാക്കുകൾ കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കിട്ടുന്നില്ല അല്ലെ? പറയേണ്ട വാക്കുകൾ, അത് വൊക്കാബുലറി കുറച്ചുള്ളത് കൊണ്ട് ഇത്തിരി കൂടെ കൂട്ടിയാൽ മതി. അത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ടാസ്കുകളും ഗ്രാമറൊക്കെ വരുമ്പോൾ ശരിയാക്കാം. അത് കുഴപ്പമില്ല. മറ്റേ ഇതില് ഇന്നലെയുള്ള ക്ലാസ്സുകളിലൊക്കെ ലൈവ് സെഷനിലൊക്കെ കേറാറുണ്ടോ? അത് പറ്റത്തില്ലായിരിക്കും അല്ലേ? ഇല്ല, ഇവിടെ 4 മണിയാണ്. ആ അതെന്താന്ന് വെച്ച് അതിന്റെ കഴിഞ്ഞാൽ റെക്കോർഡിങ്സ് ഉണ്ടോ? അതിന്റെ റെക്കോർഡിങ്സ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മൂന്ന് സിറ്റുവേഷൻസ് തരും, 3 ഇങ്ങനെ സാഹചര്യങ്ങൾ തരും. എന്നിട്ട് നമ്മൾ അതിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മുടെ ഗ്രൂപ്പിൽ 1-2 പേര് കാണും, ചിലപ്പോൾ 2 പേര് മാത്രമായിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടെക്സ്റ്റ് തന്നിട്ട്, സപ്പോസ് യു ആർ ഡോക്ടർ,
അല്ലെങ്കിൽ യു ആർ പേഷ്യൻറ്റ്, ഞാൻ ഡോക്ടറാണ്. അപ്പോൾ ഒരു നോർമൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? പനിയായിട്ട് വരുന്ന ഫെബിൻ, അപ്പൊ ഞാൻ ഡോക്ടർ. അപ്പോ ഫെബിൻ ഷുഡ് ടെൽ മീ വാട്ട് ഓൾ പ്രോബ്ലംസ് യു ഹാവ്. ഫിസിക്കൽ ആയിട്ടുള്ള ഇൽനെസിന്റെ ഡീറ്റെയിൽസ് എന്നോട് പറയണം. അപ്പോ അങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഫെബിന് തന്നെ എന്തൊക്കെ വേർഡ്സ് ആണെന്ന് ക്ലിയർ ആവും, കിട്ടും, കുറച്ചും കൂടെ വൊക്കാബുലറി കൂടും. അതാണ് അങ്ങനത്തെ ടാസ്കുകൾ തരുന്ന സെഷൻസിൽ കയറണം എന്ന് മാക്സിമം നോക്കുന്നെങ്കിലും കുഴപ്പമില്ല, റെക്കോർഡിങ്സ് ഉണ്ട്. ഞാൻ നോക്കാം. അത് ഉം. അപ്പോ ഇന്ന് അതാണ് ഉള്ളത്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വേണ്ട, റാൻഡം ആയിട്ട് സംസാരിക്കാം നാളെ മുതൽ. ഓക്കെ, പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫ്ലുവൻസി കിട്ടുന്നുണ്ട്. അപ്പൊ റാൻഡം ആയിട്ട് ഇനി നമുക്ക് ത്രൂ ഔട്ട് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാം. നോ മോർ മലയാളം. ടുമോറോ ഓൺവേർഡ്സ് വി വിൽ സ്പീക്ക് ഓൺലി ഇൻ ഇംഗ്ലീഷ്. ഓക്കെ ഓക്കെ. ആ യെസ്, നമുക്കൊരു ഗെയിമോ ചലഞ്ചോ ആയിട്ട് എടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോ ഓക്കെ ഇനി 3 മിനിറ്റ്സും കൂടെ ഉള്ളൂ. ഇന്ന് പഠിപ്പിച്ചതിൽ കുഴപ്പമില്ലല്ലോ, എല്ലാം മനസ്സിലായല്ലോ അല്ലോ? ഹൗ ഓഫൺ, ഹൗ ലോങ്, ഹൗ ഫാർ. ആൻഡ് ഇത് ഒന്ന് മനസ്സിലായി. യൂസ് ചെയ്യാൻ പഠിക്കണം, യൂസ് ചെയ്യണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മനസ്സിലല്ല, പുറമെ ഒന്ന് പറഞ്ഞു നോക്കണം. ഹൗ ഫാർ മൈ വർക്ക് പ്ലേസ് ഇസ് ഫ്രം ഹിയർ, അല്ലെങ്കിൽ ഹൗ ലോങ് ഹാവ് ഐ ബീൻ. ഇവിടെ യുക്ക് പകരം ഐ വേണമെങ്കിൽ. ഒരു നിമിഷം ഇവിടെ. ഹൗ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എത്രയായെന്നല്ലേ, എത്ര കാലമായി? ഹൗ ഓഫൺ എന്ന് പറയുമ്പോ എത്ര തവണ എന്നാണ്. ഓക്കെ, എത്ര തവണ, എത്ര എത്ര തവണ. ഞാൻ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാം കൂടെ കഴിഞ്ഞിട്ട് തരാമല്ലോ എന്ന് ഓർത്തിട്ടാ. ലൈക്ക് ഇത് കണ്ട, വാട്ട് എന്ന് പറയുമ്പോ എന്താണ്, വിച്ച് ഏതാണ്, വെൻ അതും കൂടെ ഞാൻ ഇപ്പൊ തന്നെ തരാം. ഓക്കെ, അപ്പൊ അത് ശരിയാവും. ക്വസ്റ്റ്യൻ ചോദിക്കാം ഫെബിൻ. പിന്നെ ചിലര് സ്ക്രീൻഷോട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ ഈ കാര്യവും മറന്നുപോകും. ഇന്ന് ഇത് എടുത്തത് കൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി അയച്ചു തരാം. എത്ര ദൂരം, എത്ര നേരം, എത്ര തവണ. ഓക്കെ, സെൻഡ് ചെയ്തിട്ടുണ്ടേ. അപ്പം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം സെറ്റ് ആവും. നമ്മൾ ഇനി ഒരു 2-3 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് തീരും. ഏതാ, ലെവൽ 1 തീരും. ഇനി നാളെ കുറച്ച് നാളെ അല്ല, ഇനി പ്രപ്പോസിഷൻ ഉണ്ട്, വേറും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ ലെവൽ 2 ആവും. അതിനു മുമ്പ് ഞാൻ കുറച്ച് വർക്കുകളൊക്കെ തരുന്നുണ്ട്. ഇത്രയും നാളും പഠിപ്പിച്ചതൊക്കെ ഞാൻ ഒന്ന് ചോദിക്കുന്നുണ്ട്, ടെസ്റ്റ് ഇടുന്നുണ്ട് ഞാൻ. ഓക്കെ, സോ എല്ലാം പ്രിപ്പയർ ചെയ്യുക എപ്പോഴും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ഇനി 1 മിനിറ്റും കൂടെ ഉണ്ട്. ഡു യു വോണ്ട് ടു ആസ്ക് എനിത്തിങ്, എനി ഡൗട്ട്സ്? നോ. ഓക്കെ ഓക്കെ. അപ്പോ ഇതും കൂടെ ഇത് വേണം അല്ലേ? ഈ പിക്കും വേണമല്ലോ. ശരി ശരി. അപ്പൊ താങ്ക് യു സോ മച്ച്. We will meet you in the next class. Thank you. Okay.